പറ്റ മുഴുവൻ തീർത്തില്ലെങ്കിൽ കോവാലിന്റെ എല്ലി ഞാൻ ഊരും കേട്ടോ. ചായയുടെ കൂടെ കല്യാണിയമ്മയുടെ 4 ചീത്തവിളി അങ്ങോട്ട് കേൾക്കുക. അതിന് പ്രത്യേക സുഖം തന്നെയാണ്. ദോശ ഉണ്ടോ? ദോശ ഒറ്റ തേമ്പിയൻ കൗണ്ടറിൽ നിന്ന് ഉറങ്ങാൻ പെരയിലെങ്ങനെ പോയി കിടന്ന് ഉറങ്ങും മനുഷ്യ. ഓ കല്യാണി അമ്മേ, ഞാൻ വിചാരിച്ച ആന വരേണ്ടതാണ്. പൊന്നാനിയില് പുഴങ്കരക്കാവിൽ വെച്ചുണ്ടായ സംഭവം അറിയടോ? അയ്യോ, വെടിക്കെട്ട് കാണാൻ ഉറങ്ങിക്കിടന്നവരുടെ മേലൂടെ ആന വരണ്ട് ചവിട്ടൊരോട്ടല്ലായിരുന്നു. എന്തൊരോട്ടായിരുന്നു. ഇന്നത്തെ ഒരൊറ്റ ആനയും വിശ്വസിക്കാൻ പറ്റില്ല. എത്ര വെച്ചാലും വെള്ളമില്ല. എന്തിനാനയെ പറയുന്നു? ഒരു പൂന വരണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? പൂനയോ? പൂച്ചടോ? ഇതാരായി വരുന്നേ? വെളിച്ചപ്പാട് വന്നു വെച്ചാ ഉത്സവം വന്നു. അതെ അതെ. ഇരിക്കൂ, ഒരു ചായ എടുക്കട്ടെ? എടുത്തോളൂ. ഒന്ന് എനിക്കും. ഇപ്പൊ കുടിക്കണ്ട, ഉറക്കം പോ. എന്നാ വേണ്ട. കെട്ടിയോലെടുത്തും തിന്നും കുടിച്ചും കൗണ്ടറിലിരിക്കുന്നത് കലയല്ലാന്നുണ്ടോ കല്യാണിയമ്മേ? ചോച്ച കൊലയാ. മിണ്ടായിരിയുടെ അവിടെ. ഇപ്പോഴേ എത്തിയത്? ഇപ്പൊ തന്നെ. എങ്ങനെ ഉണ്ടാ കഥനെ? ഉത്സവടിയൊക്കെ കേമ ഉണ്ടോ? നാട്ടുകാർക്ക് ഇപ്പോഴൊക്കെ ചെറിയ വെടി മതിയെന്ന് വന്നിട്ടുണ്ടെന്നാണ് ശരി. വെടി വലുതാണെങ്കിൽ നമുക്ക് വല്ലതും കിട്ടും. അതെങ്ങനെ? അമ്പലത്തിലെ പൊതുവെടിക്കാരനായിട്ടും തെക്കുമ്പുറത്തോട്ടല്ലേ കതിനയുടെ ചായ്വ്. നിന്റെ എല്ലാം വെടി തീരാൻ പോന്ന് കൂട്ടിക്കോ. വെടി തീരാൻ പോണത് വടക്കും പുറത്തുകാരുടെയോ തെക്കും പുറത്തുകാരുടെയോ ഉത്സവം വരുമ്പോ നാട്ടുകാർ പറഞ്ഞു. 2 കൊല്ലം നാട്ടുകാർ കാണുന്നു. ഉത്സവം കേമായിട്ട് നടക്കണ വെച്ചാ വടക്കംപ്രക്കാർ തന്നെ നടത്തണമെന്ന് കാക്കയും പൂച്ചയും കൂടെ പറയാൻ തുടങ്ങിയിരിക്കണു. ഞാൻ പിന്നെയും പറയണു, അധികം അങ്ങോട്ട് കയറണ്ട. വഴക്കം ഉത്സവ പറമ്പില് എന്താ ഇത്? അടിക്കുന്നവർക്ക് അസൗകര്യം ഉണ്ടാക്കാതെ ഒന്ന് മാറി കൊടുക്കും കല്യാണമേ. ഞാൻ അല്ലേ തറവാട്ടിലെ കാർന്നോമാര് തമ്മിൽ കടിപിടി കൊടുത്തതിന് നിങ്ങക്ക് നാട്ടുകാർക്ക് എന്താ? കലാമണ്ഡലം കൃഷ്ണനാരുടെ നളൻ, പൂമുല്ലക്കേശവന്റെ ദമയന്തി. എന്താ കഥ, എന്താ ഭാവരസങ്ങൾ! ഇന്നും ഓർമ്മയുണ്ട്. ജന്മത്തിൽ മറക്കില്ല. വലിയ കാരണവരുണ്ട് അന്ന്. അതൊരു കാലാണേ. എന്തേ? 10 മണിന്നാ വക്കീല് പറഞ്ഞത്. അവരൊന്ന് കാത്തിരിക്കണ്ടാവും. ഉണ്ടാവണല്ലോ. തെക്കുംപുറത്തുകാര് വടക്കുംപുറത്തുകാർക്ക് വേണ്ടി ഇച്ചിരി കാത്തിരിക്കണം. ഒട്ടും മുഷിയില്ല. ഓ എന്താണോ കുറിപ്പേ? നീരസം ഒന്നും ഉണ്ടാവാണ്ട് ഉത്സവത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വെച്ചാ നീരസമുള്ളവര് അങ്ങനെ നീറിക്കൊണ്ടിരിക്കും. ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയല്ലോ അമ്മൂട്ടിയമ്മേ. ഞാൻ ഈ തറവാട്ടില് 2ാം മരുവനായിട്ട് എന്ന് കാലുകുത്തിയോ അന്ന് തുടങ്ങിയതാ മൂത്ത മരുവന്റെ ഒരു കൂട്ടം മുഖം കറപ്പിക്കല്. എന്തേ കാരണം? പച്ചയ്ക്ക് എന്നെ കൂടെ പറയാം. അസൂയ. തറവാട്ടി പറഞ്ഞവരാകുമ്പോ ഇത്തിരി നിറം ഉണ്ടാവുക, ഒത്ത ഉയരം ഉണ്ടാവുക, അത്യാവശ്യത്തിന് മുഖസ്തുതി ഉണ്ടാവുക. കുറ്റാണോ ഇതൊക്കെ? ഇതൊന്നും കണ്ടങ്ങോട്ട് പിടിക്കില്ല വെച്ചാൽ എന്താണ് പറയാ? അസൂയ എന്നല്ലാണ്ട്. അവസാനം വന്ന് തറവാട് ഭാഗം വെക്കുന്ന അവസ്ഥ എത്തില്ലേ കാര്യങ്ങള്? അതൊക്കെ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ഉത്സവത്തിന്റെ കാര്യമാവുമ്പോ പാതി അവകാശം അവർക്കൂടെ വെച്ചിട്ടുള്ള സ്ഥിതിക്ക് അവര് പറയണത് എന്താച്ചാ കുറെ നമ്മളും കേൾക്കാന്നാ ഞാൻ പറയണത്. അമ്മൂട്ടിയമ്മ കൂടുതൽ പറഞ്ഞോന്ന് ഒരു സംശയം. അമ്മായി പറയണതിലും കാര്യമില്ലേ അമ്മാവേ? ഉത്സവം നടത്താനുള്ള അവകാശം സമം കോടതി പറഞ്ഞിട്ടുള്ളൂ. അനന്തരം അവന്റെ പിന്തുണയായി. ഇനിയിപ്പോ കുറുപ്പം പറയാ എന്താച്ചാൽ? കുറുപ്പിനൊന്നും പറയാനില്ല. അവിടുന്ന് കൽപ്പിക്കുക, അത് ചെയ്യുക, അതന്നെ. നീ പോയിട്ട് ഇച്ചിരി നേരായല്ലോ. ഒരാളെ കൂടെ കൂട്ടായിരുന്നില്ലേ നിനക്ക്? അമ്പലത്തിൽ പോയിട്ട് എന്തേ കണ്ടേ? ആനയെ കണ്ടോ? ആൽമരം കണ്ടോ? എന്നാലും ഞങ്ങളുടെ പുറപ്പെടുക തന്നെ. താനും വരിക എന്ന് വെച്ച് മുതിർന്നവര് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോ ഇടയ്ക്ക് കയറി ഒരുട്ടോ സംസാരിക്കുക വേണ്ട. ഈയിടെ ആയിട്ടെന്താ തെക്കുംപുറത്തുകാരോട് ഈ ശാലുവൊക്കെ തോന്നുന്നുണ്ടല്ലോ. അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട. കുറുപ്പേ ഇറങ്ങാ. വടക്കുംപുറത്തുകാരെ നോക്കി വഴി കണ്ണു നട്ട് കാത്തിരിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഇനിയോട്ട് ഉണ്ടാവുകയില്ല. വക്കീൽ അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരൊറ്റ വാക്കിനെ മാനിച്ചാ ഞാനിവിടെ വരെ വന്നു. അവര് വരാതിരിക്കില്ല. വേണ്ട വക്കീലേ, കാര്യങ്ങൾ കൂടിയാലോചിച്ച് നടത്തണമെന്നുള്ള വിചാരം അവർക്കില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കും തോന്നാ നടക്കും പോലെ നടക്കട്ടെ. നടക്കും പോലെ നടത്താനാണെങ്കിൽ പിന്നെ എന്നെ പോലെ ഒരു റിസീവർ എന്തിനാ? അവകാശ തർക്കത്തിന് അന്ത്യവിധി ഉണ്ടാകുന്നത് വരെ ഉത്സവം ഇരുവിഭാഗക്കാരും തുല്യമായി പകുത്ത് പ്രശ്നം കൂടാതെ നടത്തുക എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയാണ്. യു ഹാവ് ടു ഒബ്ലൈജ്. ചെയ്യാം, തയ്യാറാണ്. പക്ഷേ കോടതി വിധി ഞങ്ങൾ മാത്രം മാനിച്ച പോരല്ലോ.
ആരാരെ മാനിക്കണം മാനിക്കണ്ടെന്നൊക്കെ നല്ല നിശ്ചയുണ്ട് വടക്കമ്പുറത്താർക്ക്. കൂടുതൽ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വന്നാൽ പഴയത് ഞാനെന്ന് അങ്ങോട്ട് ഇളക്കും. പ്ലീസ്, നമുക്ക് കാര്യത്തിലേക്ക് നീങ്ങാം. 1 മണിക്കൂർ കൂടുതലായി വക്കീലദ്ദേഹം ഇവിടെ ഒന്ന് കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. എന്നാ പിന്നെ നിൽക്കാറുന്നില്ലേ? ഇതിനാണ് പറയുന്നത് നെകളിപ്പെന്ന്. ഇതിന് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. പറയാൻ തരില്ല വെച്ചാൽ എഴുത്തൊന്നാലും മതി, മുഷിയില്ലാന്ന് പറയാ. ജാനു, എന്താ ഈ കിണറിന് എത്ര അടി താഴ്ച വരും? എത്ര അടി താഴ്ച വരുമെന്ന് താനൊന്ന് ഇറങ്ങി നോക്ക്, അപ്പ അറിയാം. ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു മാഷേളൻ. വെറുതെ അല്ലടി നീയൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം കോരി കിടക്കണേ. തൊട്ടതിനും പിടിച്ചതിനൊക്കെ തെക്കുംപ്രങ്കാരോട് മെക്കെട്ട് കയറാൻ വരലല്ലേ വടക്കുംപ്രങ്കാരനോരുടെ പണി. പക്കം കിട്ടുമ്പോ 4 വർത്താനം പറഞ്ഞു വെച്ച് കുറ്റമൊന്നുമില്ല. എന്നാലും 1 പറഞ്ഞ് 2 പറഞ്ഞ് എന്തൊക്കെ ഉണ്ടാവോ ആവോ? അമ്മായി, ഇല്ല, ഒന്നും ഉണ്ടാവില്ല, ഉറപ്പാ. ആ ഭാഗം KK ചിപ്സിന് വിട്ടു തരാ. വേണ്ട, എഴുന്നേൽക്കണ്ട. ഇവിടെ ആരും അതിന് എഴുന്നേറ്റില്ലല്ലോ. എഴുന്നേറ്റില്ലെങ്കിൽ വേണ്ട, അതും പറഞ്ഞ് തർക്കിക്കാൻ ഞാനില്ല. കമലാസിനോട് ഞാനൊരു കാര്യം കഴിഞ്ഞ തവണയും പറഞ്ഞിട്ടുള്ളതാണ്. ഈ അടുക്കള ഭാഗത്ത് കൂടെയുള്ള വരവ് എനിക്കത്ര പിടിക്കുന്നില്ല. അറിയാം, ഓർമ്മയുണ്ട്. വല്യമ്മായി മാത്രല്ല, പല അമ്മായിമാരും എന്നോട് ചോദിക്കാറുണ്ട്. ആ അമ്മായിമാരോട് പറയണത് പോലെ തന്നെ ഈ വല്യമ്മായോടും പറയണു. സ്ത്രീജനങ്ങൾ ഇരിക്കുന്നിടത്ത് ഐശ്വര്യമുള്ളൂ, ഐശ്വര്യമുള്ളിടത്ത് കമലാസനക്കുറിപ്പ് ഉണ്ടാവൂ. തെറ്റാന്ന് വെച്ചാലും കമലാസനക്കുറിപ്പ് പിൻഭാഗത്തോടെ വരൂ. മാപ്പാക്കണേ അമ്മായി, അറിയാതെ പറഞ്ഞു പോയതാ. ഇത് ഈ പറഞ്ഞ പോലെ അച്ഛനോട് പറയാനുള്ള ധൈര്യമുണ്ടോ കുറിപ്പിന്? അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. കുട്ടി എന്തേ KK ചിപ്സിന്റെ സാരി ചിറ്റിൽ ചേർന്നില്ല? എനിക്ക് ആവശ്യത്തിന് സാരിയൊക്കെ ഉണ്ടല്ലോ. എന്നാ പിന്നെ പാത്ര ചിറ്റി, പാദസര ചിറ്റി, ട്രാൻസിസ്റ്റർ ചിറ്റി, അങ്ങനെ തരുണീമണികളുടെ അഭിരുചിക്കനുസരിച്ച് ഈ ഭൂമുഖത്തുള്ള എന്തിനേയും ചിട്ടിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒറ്റ ചിട്ടി കമ്പനി എവിടെയുള്ളൂ? KK ചിപ്സ് ആൻഡ് ഫൈനാൻസിയേഴ്സ്. അശ്വതി കുട്ടിയോട് മാത്രം പറയാൻ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ അശ്വതി കുട്ടിയോട് മാത്രം പറയണ്ട, ഞാനും കൂടെ കേക്കട്ടെ. നിർത്ത്. ഞാൻ തുടങ്ങാൻ പോകുന്ന പാത്രച്ചിട്ടിയുടെ ഉദ്ഘാടനം ഈ ഇരിക്കുന്ന പാവപ്പെട്ട അശ്വതി കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ വല്യമ്മായിയുടെ അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ അമ്മായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ അശ്വതി കുട്ടിയോട് ശൃംഗരിക്കാനോ കൊഞ്ചു കുഴയാനോ അല്ല ഞാൻ വന്നതെന്ന് ഞാനിവിടെ ഊന്നി ഊന്നി പറയുകയാണ്. അടുക്കള ഭാഗത്ത് കൂടെ പോകണ്ട. അടുക്കള മാത്രം പോണില്ല. അത് തന്നെ ഞങ്ങളും പറയണേ. പ്രധാന ഉത്സവം സ്ഥിരമായിട്ട് ഒരു കൂട്ടിൽ തന്നെ നടത്താൻ പാടുള്ളൂ എന്ന് ഭഗവതി എന്താ തുള്ളി പറഞ്ഞു. കൊടിയേറ്റ ഉത്സവം കേമത്തിൽ കേമാക്കാൻ വടക്കുംപുറത്താർക്കെ കഴിയും തെളിയിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷം ഇല്ല വെച്ചാൽ റിസീവർ പറഞ്ഞോളുക. തെക്കുംപുറത്താർ നയിച്ചത് നാട്ടുകാർ കണ്ടേ. ഏതൊരുട്ടം കുതിരയെടുപ്പും കാക്കരശിയും ആയി ഒന്നും പറയണ്ട. ഭഗവതി പുഴ കടന്ന് പോവാത്ത തറവാടിന്റെ സുഹൃതാന്ന് ഇരിച്ചാൽ മതി. വക്കീലദ്ദേഹം, എനിക്ക് അറിയാൻ പാടില്ലാത്തോട് ചോദിക്കുക, ഉത്സവ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണോ അല്ല അസാരം അധിക്ഷേപിച്ച് വിട്ടുകളയാവുന്ന ധാരണയിലാണോ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി? വെറുതെ എന്തിനാ അതുവിധം പറഞ്ഞ്? എന്നാ കേട്ടോളുക, പുതിയൊരു ഏർപ്പാടിനും വടക്കുംപുറ ഇല്ല. കീഴ്വഴക്കം എന്താ വെച്ചാൽ അതുപോലെ നടക്കട്ടെ. എന്ത് കീഴ്വഴക്കം? ഒക്കെ ഉണ്ടാക്കിയതല്ലേ. കൊടിയേറ്റ ഉത്സവം ഇക്കുറി ഞങ്ങൾ നടത്തിയാൽ നടക്കുമെന്ന് നോക്കട്ടെ. കാരണവന്മാർ സംസാരിക്കുന്നിടത്ത് ഇളമുറക്കാരൻ എന്താ കാര്യം? ആവശ്യമില്ലാത്തത് കാര്യത്തിന് സംസാരിക്കണ്ട. ബാലേന്ദ്രനോട് ചോദിച്ചില്ല, ഇറങ്ങിയപ്പോൾ പറഞ്ഞത് മറക്കണ്ട. ഓരോ കൂട്ടർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അതങ്ങടെ അനുസരിക്കുക. അനുസരിപ്പിക്കാനുള്ള യോഗ വെച്ചാൽ തെക്കുംപുറത്തുകാരുടെ പട്ടിയെ കിട്ടില്ല. വേറെ ആളെ നോക്കിയാൽ മതി. വാടാ വാടോ, കാര്യസ്ഥന്മാരുടെ ഭരണം. വക്കീലെ, ഒന്ന് ഞാൻ പറയാം, വക്കീലിന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ല. പ്രശ്നം തിരുമേനിക്ക് വിടുക. ഒരാഴ്ച മുമ്പ് എത്തുമെന്നായിരുന്നു കരുതിയത്. ദീർഘയാത്രയായിരുന്നില്ലേ? താണ്ടാത്ത ദൂരങ്ങളില്ല. കാശി, ഹരിദ്വാർ, ഋഷികേശം. അതിനിടയിലും എപ്പോഴോ ഭഗവതി വിളിച്ചു. തിരികെ നടന്നു. അല്ല, വന്നതുകൊണ്ടിപ്പോ കാര്യമുണ്ടായില്ലേ? ഭഗവതിയുടെ കാര്യം പറഞ്ഞുള്ള തർക്കം 10-20 വർഷമായില്ലേ വെച്ച് നടത്തണു. എന്നാ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുക? അമ്മേ ഭഗവതി, വരാ, മഠത്തിലിരുന്ന് ആലോചിക്കാം. സകുങ്കുമവിലേപനാളിക ചുംബികസ്തൂരിക സമന്തഹസിതക്ഷണം സശരചാപപാശാങ്കുശ ആശേഷജനമോഹിനി മരുണമല്യ ഭൂഷോജ്വല ജപാകുസുമഭാസുരം ജപവിധൗ സ്മരേതംബിക.
ഇരിക്ക. ആ, നിശ്ചയിച്ച പോലെ തന്നെ നടക്കിട്ട് തീരുമാനിക്ക. അത് വേണമെന്നില്ല, തിരുമേനി തന്നെ. അതന്നെ. തീർപ്പ് കൽപ്പിക്കാനൊക്കെ ഞാനാരാ? മേലെടുത്ത് തറവാട്ടില് എനിക്കെന്താ കാര്യം ചോദിച്ചാ, പരദേവതയുടെ അമ്പലത്തില് ശാന്തിക്കുള്ള അവകാശത്തിന്റെ പഴയ ഒരു കഥയല്ലേ ഉള്ളു പറയാൻ. അതൊരു പഴങ്കഥയൊന്നുമല്ല. അച്ഛൻ നമ്പൂരി പൂജാരിയായിരുന്ന കാലത്താ ക്ഷേത്രത്തിന് ഇക്കാണുന്ന ഐശ്വര്യം ഒക്കെ ഉണ്ടായത്. ഈ കാണുന്നാന്ന് പറയുമ്പോ ഇപ്പൊ കാണുന്നുണ്ടോ ഗോന്നമ്മന്നെ? പോവോ? ഇല്ല, വേണ്ടത് വെച്ചില്ലേ എല്ലാം. 3 വർഷം മുമ്പ് ഞാനായി മുൻകൈയെടുത്ത സമാസമാവകാശത്തിന്റെ തീർപ്പോടെ ഈ ഉത്സവം തുടങ്ങി വെച്ചത്. അന്നത് ചെയ്യുമ്പോ വിചാരിച്ചത് എല്ലാരും ഒന്നിക്കുന്ന, പ്രശ്നമൊക്കെ തീരുന്ന. എന്നിട്ടിപ്പോ കൊടിയേറ്റം നടത്തേണ്ടത് ആരെന്ന കാര്യത്തിൽ തന്നെ തർക്കമുണ്ടാകുക. ദേവി ഭഗവതി, ഇക്കാര്യത്തിലൊരു തീർപ്പെന്ന് പറയുമ്പോ അത് രണ്ടിലൊരു ഭാഗത്തിന് അനുകൂലമായി പറ്റൂ. അത് ഞാനായി കൽപ്പിക്കാന്ന് വെച്ചാ അതിലൊരു ശോഭകേടുണ്ട്. ഞാൻ ആരുടേതല്ല, എന്നാലോ എല്ലാവരുടെയാണ്. അത് തന്നെ ഞാനും പറയണേ. ഞാനും ആരുടെ അല്ല എന്ന് വെച്ചാൽ എല്ലാവരുടെയാണ്. ആ കണ്ണാടി ഉരുക്കടോ, തട്ടി തടഞ്ഞു വീഴൂ. താങ്ക് യു. അതുകൊണ്ടെന്താ, വടക്കുംപുറത്തെ കാര്യസ്ഥന്റെ അനന്തരാവാസിയാണെങ്കിലും തെക്കുംപുറത്ത് ഇരിക്കാൻ എനിക്ക് ചെറിയൊരു ഇരിപ്പിടമുണ്ട്. ഇരിപ്പട അടുക്കളയിലായിരിക്കും, ചെലവേ മേലെ. എന്താടോ ചിരവത്ര മോശ? കെ ചിറ്റ്സ് ഒരു ചിരവ ചിട്ടി കൂടി തുടങ്ങാൻ പോകുന്നുണ്ട് തന്റെ പടം വെച്ചിട്ട്. കുടുംബക്കാർ വന്നിരിക്കുമ്പോ കുട്ടി എന്തിനാ മറഞ്ഞൊന്നും നോക്കണേ? കടന്നു വരൂ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ? ആരെങ്കിലും ആണുങ്ങൾ ഉമ്മർത്ത് വന്ന അപ്പോൾ അവള് വായി നോക്കാൻ എത്തും. എന്താ ചേച്ചി ഈ ചെറുപ്പം കുട്ടികൾ ഇങ്ങനെ വഴക്ക് പറയണേ? ചേച്ചിയോ? ആരുടെ തന്റെ ചേച്ചി? താൻ എന്നെക്കാൾ എത്ര വയസ്സിന് മൂത്തതാ? പക്ഷെ എന്റെ മനസ്സിപ്പോഴും ചെറുപ്പാണ് കല്യാണിക്കുട്ടി അമ്മായി. എന്താ വിളിച്ചത്? കല്യാണിക്കുട്ടി അമ്മാന്ന്. എടി അപ്പുറത്ത് പോവാൻ. നിക്കവിടെ. ഞാൻ തുടങ്ങാൻ പോകുന്ന കൊലുസു ചിട്ടിയുടെ ഉദ്ഘാടനം ഈ നിൽക്കുന്ന പാവപ്പെട്ട അമ്മിണിക്കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ കല്യാണി അമ്മയോട് അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ കല്യാണി അമ്മ തെറ്റിദ്ധരിച്ചതുപോലെ ശൃംഗരിക്കാനോ കൊഴിഞ്ഞാടുവാനോ വന്നതല്ല എന്ന് ഞാൻ ഇവിടെ ഊന്നി പറയാ. തന്റെ ഈ അടുക്കള വശത്തോടുള്ള വരവുണ്ടല്ലോ, മേലാൽ അത് ആവർത്തിച്ച. ഒരു സെക്കൻഡ്, കുട്ടി അകത്തേക്ക് പോവൂ. അവിടെ നിൽക്കടി. അകത്ത് പോവാനാ പറഞ്ഞത്. അവിടെ നിൽക്കാൻ. എന്നാ നിന്ന് കേക്കട്ടെ. മേലാൽ അത് ആവർത്തിച്ച ചൂലെടുത്ത് എന്റെ മുഖത്തടിക്കും. ആ കല്യാണമേ ഒരു ചായ. ഇപ്പൊ കുടിക്കണ്ട. പിന്നെ എപ്പോഴാ കുടിക്കുക? ഇപ്പൊ കുടിക്കുന്നാണ് പറഞ്ഞിട്ടാ കൊരങ്ങ. താൻ പോടാ അവിടുന്ന്. ആ അത് ശരിയാ. അപ്പൊ കസ്റ്റമേഴ്സിന് ചീത്ത പറഞ്ഞു തുടങ്ങിയല്ലേ? ആ കളി വേണ്ട. എന്റെ വന്നേ. ആ കാണുന്നതിനും അപ്പുറമാണ് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം. ഇതിലേ വരുമ്പോഴൊക്കെ ശരിക്കും ബാല്യത്തിലേക്ക് തിരിച്ചെത്തിയ പോലെ. അതേ പുഴയും ആ കാറ്റും. ഒരു പാലം പോലും ഇല്ല ഇന്നും. ഒരു കലാകാരനെ മാടി മാടി വിളിക്കുന്ന മനോഹരമായ ഭൂപ്രദേശം. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. നമ്മുടെ വാൻകാരന് ശരിക്കും വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. 10-32 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വരണ്ട. തങ്കപ്പാ, മേക്കമാൻ സമയത്ത് എത്തുവോ? ഞാൻ ജയദേവൻ സാറിനോട് വീണ്ടും വീണ്ടും കേണപേക്ഷിക്കുകയാണ്, വീണ്ടും വീണ്ടും എന്നെ തങ്കപ്പനാക്കരുതെന്ന്. ഞാൻ ആ നാമധേയം എന്നേ മറന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ മനോജ് കുമാറാണ്, സിനി ഫെയിം, ഫിലിം സ്റ്റാർ. എന്തോന്ന് സിനി ഫെയിം? ഏത് സിനിമയിൽ അഭിനയിച്ചാ താൻ ഇത്രയും വലിയ ഫെയിം ഒക്കെ ഉണ്ടാക്കിയത്? എന്റെ തിരുപ്പാണ്ടിക്കാട് തിരുടറുകൾ എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു തെണ്ടിയും എന്നോട് ഈ ചോദ്യം ചോദിക്കില്ല. ഞാനായിരുന്നു ഈ സെക്കൻഡ് ഹീറോ. എന്റെ അഭിനയം കണ്ട് ഹീറോ ഞെട്ടി. ഫലം ഞാൻ അഭിനയിച്ച 16 റീല് വെട്ടി ആറ്റി തട്ടി ആ ദുഷ്ടരായ ഡയറക്ടർ. പക്ഷേ ഞാനത് ഈ പഴത്തൊലി ചവിട്ടി കമിഴ്ന്നടിച്ച് വീഴുന്ന ഒരു സീൻ ഒഴിച്ച് അത് മതിയല്ലോ ഭാവനാസമ്പന്നനായി കലാകാരനെ. വരിക. ഇന്നലെ എത്തുന്നൊരു തോന്നലുണ്ടായിരുന്നു, കാത്തിരിക്കായിരുന്നു. വരുന്നു. അതിനു മുമ്പ് ഒരു കുളി കഴിഞ്ഞ് ഭഗവതിയെ തൊഴുതിട്ട് വന്നേക്കാം. ഞാനപ്പോ ഇവരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ ഏർപ്പാടുണ്ടാക്കാം. ആയിക്കോട്ടെ. വിശ്വേട്ടനും പോകുന്നു. വടക്കുംപുറത്തെ കാരണവരാണല്ലേ? കാര്യസ്ഥന. അയ്യോ, കാര്യസ്ഥൻ ഇത്രയായപ്പം കാരണവർ എന്തോ ആയിരിക്കും. ഹാർമോണിയെ പെട്ടി എടുത്തപ്പോ ഞാൻ വിചാരിച്ച കാരണവരാണെന്ന്. അയ്യോ കഷ്ടം. കാര്യസ്ഥനായാലും കുഴപ്പമില്ല. കേരളത്തിലെയും കോടമ്പക്കത്തിലെയും വലിയ വലിയ കാര്യസ്ഥന്മാർ എന്റെ പെട്ടി എടുത്തിട്ടുണ്ട്, ഞാൻ പെട്ടി കൊടുത്തിട്ടുമുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യസ്ഥൻ ഞാനാ. 139 കിലോ 450 ഗ്രാം. അത്രയും മാംസം ശരീരത്തിലുണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. എന്നെ താഴെ ഇറക്കി വിശ്വസിച്ചിരിക്കുന്നു. ഭഗവതി എല്ലാം മംഗളമാക്കണേ.
അറിയോ, എത്രയോ വർഷം എൻ്റെ അച്ഛൻ ഇവിടെ ശ്രീകാര്യക്കാരനായിരുന്നു. അയ്യപ്പ, വലിയ കാരണവരുടെ കാലത്ത് ഇവിടുത്തെ 10 ദിവസത്തെ ഉത്സവം എന്ന് പറയുമ്പോൾ 10 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമേള തന്നെയായിരുന്നു. വിശ്വേട്ടൻ മേലിടം വാസുദേവ ശർമ്മയുടെ ഹരിയത കേട്ടിട്ടുണ്ടോ? ഇല്ല, കേമാണെന്ന് കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ എൻ്റെ വഴി കഥ പറച്ചിലാണെന്ന് ആദ്യം തോന്നിയത് സത്യത്തിൽ ഇവിടെ ഭഗവതിയുടെ മുമ്പിൽ മേലിടം കഥ പറയുന്നത് കേട്ടിരുന്നപ്പോഴാ. നല്ല ഓർമ്മയുണ്ട്, അമ്മയുടെ മടിയിൽ കണ്ണിമ ചിമ്മൂലും ചെയ്യാതെ കഥ കേട്ടിരുന്നത്. ആ രാത്രി പിന്നെയും ചില ഓർമ്മകൾ തരുന്നുണ്ട്. പന്തവും വടിവാളുമൊക്കെ ആളുകൾ വന്നത്, പിന്നെ എന്തൊക്കെയാ നടന്നത്? കുത്തും വെട്ടും കൊള്ളിവെപ്പും. എന്തായിരുന്നു കാരണം? ഇപ്പോഴത്തെ കാരണവന്മാര് തമ്മിലുള്ള സ്വത്തുകാർക്കാന്നാ പറയണേ. പിന്നെ ചേരിതിരിഞ്ഞും കരതിരിഞ്ഞുമുള്ള പകയും പോരുവായി. ഒടുവിൽ ചോരക്കളി ശ്രീകോവിലേക്ക് കടക്കുന്നതായപ്പോ അച്ഛൻ വഴി തടഞ്ഞു നിന്നു. ആ പടികളിലാണ് വെട്ടും കുത്തുവേറ്റ് എൻ്റെ അച്ഛൻ മരിച്ചു വീണത്. ഒക്കെ ഒരു ദൈവനിശ്ചയമാണ് ജയദേവൻ. പണ്ടെങ്ങോ മുടങ്ങിയ ഉത്സവം വീണ്ടും തുടങ്ങിയപ്പോൾ ജയദേവൻ തന്നെ കഥ പറയാൻ വരിക, അത് പിന്നെ ഒരു പതിവാകുക. ഭാഗ്യമാണ്, സന്തോഷമുണ്ട്. എല്ലാം ഓർമ്മിക്കുമ്പോൾ നൊമ്പരും. ആരുമില്ലേ? ആഹാ, അച്ഛൻ പറയണ്ടായി ജയേട്ടൻ ഇന്ന് എത്തുന്നു. ശാലിനി ഉത്സവത്തിന് വന്നതാവും. ഓ, ഉത്സവത്തിന് എത്തിയതന്നെ, പക്ഷെ ഇത്തവണയല്ല, കഴിഞ്ഞവണ. പിന്നെ പോയില്ല. ഞാൻ ഇത്തവണ വരുമ്പോഴെങ്കിലും ശാലിനി ഭർത്താവും കുട്ടിയും ഒത്ത് സ്വരൂപോടെ കഴിയുന്നത് കാണാമെന്ന് വിചാരിച്ചതാ. അതിപ്പോ ഞാനൊരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. വരച്ച വരയിൽ നിക്കണ വെച്ചാ എന്നിട്ട് കിട്ടിയില്ല, നിശ്ചയം. ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ശരിയാണ്, രസമാണ് കേൾക്കാൻ. എന്നാലും നമ്മുടെ നാട്ടില് ഒരുവിധമുള്ള സ്ത്രീകളൊക്കെ ഭർത്താവുമായി കഴിയുന്നത്ര ഇണങ്ങി എല്ലാം അങ്ങ് മിണ്ടാണ്ട് അനുസരിക്കാന്നല്ല, ഒരു ഒത്തൊരുമയോടെ. അല്ല, അതാ അതിൻ്റെ ഒരു ഭംഗിയുമേ. ഞാൻ പറയുന്നത്, ഒരു കുട്ടിയൊക്കെ ആയില്ലേ, ഭർത്താവുമായി ശാലിനി കഴിയുന്നത്ര ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ? അങ്ങോരൊരു പോങ്ങനാണെന്നേ. അല്ല, ഉറപ്പ്. തെളിവെന്താന്നോ അതിന്? തറവാട്ടിൽ തന്നെയുള്ള നിന്റെ നിൽപ്പന്നെ വന്നില്ലല്ലോ നാണുമൻ, ഭാര്യയെ പൂവിട്ട് എഴുന്നള്ളിച്ചോണ്ട് പോവാൻ. വരിക. അറിയോ ജയദേവന്, നാരായണവൻ ഒടുവിൽ പോകുമ്പോ ഇവളോട് പറഞ്ഞു എന്താണെന്ന്? തറവാട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്നോളുക, അതല്ല ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന ശരിയെന്ന് സ്വന്തമായി തോന്നാച്ചാൽ അങ്ങോട്ട് വരാം. എന്ന് വെച്ചാൽ കൊണ്ടുപോകാൻ ഭർത്താവിന്റെ പല്ലക്ക് വരുമെന്ന് സ്വപ്നത്തിൽ പോലും നിരീക്കണ്ടെന്ന്. നല്ല അസല ആൺകുട്ടിയുടെ വർത്താനം. ശരിക്കു പറഞ്ഞാൽ നാരായണവൻ എന്റെ മരുവനാണെന്ന് എനിക്ക് ആദ്യം തോന്നി തന്നാ. നിക്കട്ടെ ഇവിടെ. എല്ലാരും കൂടി ഇങ്ങനെ വാശി പിടിച്ച് എന്തായാലും ഒടുവിൽ നഷ്ടം ശാലിനിക്ക് തന്നെ ആവും. ആര് നിരീച്ചു ഇങ്ങനെയൊക്കെ ഒന്ന് ഭവിക്കുന്നു? ഒക്കെ വിധിയാ, അല്ലാണ്ടെന്ത് പറയാൻ. ജയദേവൻ ഇരിക്കെ. ജയദേവന്റെ താമസത്തിന്റെ കാര്യങ്ങളൊക്കെ കുറിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശേഷങ്ങളൊക്കെ കുറിപ്പ് പറഞ്ഞു. കർണന്റെ കഥയാണല്ലേ, നന്നായി അസലാക്കണം, ഗംഭീരാക്കണം. ജയദേവൻ ഇച്ചി തടി വെച്ചിട്ടുണ്ട്. ഈ തടിയിനെ കൂട്ടണ്ട. മുഷിഞ്ഞുള്ള കഥ പറച്ചിലും ഉറക്കളയ്ക്കും അല്ലേ. ആരോഗ്യം ശ്രദ്ധിക്കുക. പുതിയ കഥയാണ്, ഒക്കെ ഒന്ന് ചിട്ടപ്പെടുത്തുന്നവരെ. വിശ്രമമില്ല അല്ലേ? ഒന്ന് ആലോചിക്കുമ്പോ അതും നന്ന്. ജയദേവൻ ചായ കുടിച്ചിട്ട് പോയാ മതി. അല്പം ധൃതിയുണ്ട്. അതൊന്നും പറയണ്ട, ചായ കുടിച്ചിട്ട് പോയാ മതി. ഉടനെ തന്നെ റിഹേഴ്സൽ തുടങ്ങണം, പിന്നെ ഫ്രീ ടൈം കിട്ടില്ല. ഉള്ള ഗ്യാപ്പിന് എല്ലാരെയും ഒന്ന് കാണണം. തെക്കമ്പുറത്തും ഒന്ന് കയറണം എന്ന് വിചാരിക്കുക. തെക്കുംപുറത്ത് പോവുക, പോവാണ്ടിരിക്കുക, അതൊക്കെ ജയദേവന് ഇഷ്ടം. നിർബന്ധമായും ചെന്ന് കാണേണ്ട ഒരാളുണ്ട്, തിരുമേനി. വന്ന് കാണുക, കാണാണ്ടിരിക്കുക, അതിലൊക്കെ ഇപ്പൊ എന്താ ഉള്ളേ? ഏതായാലും വന്നത് സന്തോഷായി. ഇരിക്ക. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഓ, എന്നാ ഞാനും നിന്ന് സംസാരിക്കാനേ. ഒരു കല കൈവശമുള്ളയാൾ സന്യാസിയേക്കാൾ ഒട്ടും മോശക്കാരനല്ല. അയ്യോ, അങ്ങനൊന്നും ഇല്ല. അങ്ങനെയുണ്ട്. ജയദേവൻ കഥാപ്രസംഗത്തിൽ പറഞ്ഞിട്ട് പോകുന്ന വാക്കുകൾ നാട്ടുകാർ മനപ്പാടം പഠിച്ച് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്.
കഴിഞ്ഞ 2 കൊല്ലോ അതിൽ പരം എന്ത് വേണം ഒരു കലാകാരന്? എന്നാലും മനസ്സിനൊരു സന്തോഷവും തിരുമേനി. ഇതിപ്പോ ഒരു പക്ഷക്കാരുടെ വാശിക്ക് എന്റെ കലാപരിപാടി മേളം പകരുന്ന അവസ്ഥയാണ്. എനിക്കാണെങ്കിൽ തിരുമേനി കാര്യമായി ഒന്ന് വിചാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ വിചാരിക്കാഞ്ഞിട്ടല്ല, ശ്രമിക്കാഞ്ഞിട്ടുമല്ല. പക്ഷെ ഫലമെന്ത്? കുറെ കാലമായി ഞാൻ ആലോചിക്കുന്നു, തെക്കുംപുറത്തെയും വടക്കുംപുറത്തെയും എല്ലാവരുമായി ഇതേപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന്. സത്യത്തിൽ ഇപ്രാവശ്യം റിഹേഴ്സൽ ഇവിടെ ആക്കിയത് തന്നെ ആ ഒരു ഉദ്ദേശത്തോടെയാണ്. വശീകരിക്കുന്ന വാക്ചാതുരിയുണ്ട്. കൂട്ടങ്ങളെ പറഞ്ഞിളക്കാനും അടക്കാനും കഴിയും. അങ്ങനെയുള്ള ഒരാൾക്ക് നല്ല മധ്യസ്ഥനാവാനും സാധിക്കും, സംശയമില്ല. ഏത് കഥയാണ് ഇത്തവണ പറയുന്നത്? കർണൻ. കന്യക പ്രസവിച്ച് പേടകത്തിലാക്കി നദിയിലൊഴുക്കിയ സൂര്യപുത്രന്റെ കഥ. അന്ന് പറയാനുള്ള കഥയുടെ സിലക്ഷൻ ഒന്നന്തരം. പിന്നെ ഇപ്പോൾ ജയദേവൻ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന കുടുംബപ്പോരിന്റെ കഥയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തോറ്റവനാണ്. മനസ്സ് പറയുന്നു, ഒട്ടും വിചാരിച്ചിരിക്കാതെ ഞാൻ നടത്തിയ കണ്ടെത്തലാണ് ജയദേവനെന്ന്. സന്യാസി തോറ്റെടുത്ത് കലാകാരന് ജയിക്കാവുന്നതേ ഉള്ളൂ. ധ്യാനത്തിനുള്ള സമയമായി. ജയദേവൻ എന്തോ ജയദേവൻ സാറ് കല്യാണിയാണ് പിടിച്ചിരിക്കുന്നത്. കല്യാണി അല്ല തങ്കപ്പ, ചുമ്മാ മണ്ടത്തരം പറയാതെ. ദൈവം തന്ന രാഗങ്ങളെ മനുഷ്യൻ കല്യാണിന്ന് കളവാടിന്ന് കാമാഷിന്ന് പേരിട്ട് വ്യഭിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാ രാഗങ്ങളും ഒന്ന് തന്നെ. അതെ, ആ സ്വരസ്ഥാനങ്ങളൊക്കെ ഒന്ന് കുറിച്ച് വെക്കണം. വായൊഴിഞ്ഞൊരു നേരമില്ലല്ലോ. മിസ്റ്റർ വിശ്വം, എനിക്കൊരു മനോധർമ്മം തോന്നുന്നു. ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് കുന്തിയെ ഞാൻ, അതായത് ശ്രീകൃഷ്ണൻ മീറ്റ് ചെയ്യുന്ന ഒരു സീൻ, കളർഫുൾ ആയിട്ട് ഒരു 4-5 ഡയലോഗ്. ഹേയ് കുന്തി, ഹസ്തനപുര സമസ്ത അപരാധങ്ങളുടെ തീ എഴുതി വെച്ചിരിക്കുന്നത് കാണാ പഠിച്ചങ്ങ് ചെയ്താൽ മതി. എഴുതി തരുന്ന എന്തും കാണാപ്പാടാൻ പഠിച്ച് കണ്ണു പടച്ച് പറയുന്ന വിഡ്ഢികളല്ലേ ഞങ്ങൾ. മഹാഭാരതത്തിലെ കഥയാവുമ്പോൾ അതിൽ ശ്രീരാമന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ എന്നാ മനസ്സിലാക്കാത്തത്? മഹാഭാരതത്തിൽ ശ്രീരാമനോ? കർണന്റെ മൂത്ത മകളെ നമ്മുടെ ശ്രീരാമനല്ലേ മാറിയിരിക്കുന്നത്? ഓഹോ, അപ്പൊ കുരുക്ഷേത്ര യുദ്ധത്തിൽ പിന്നെന്താ ഉണ്ടായത്? പോലെ ഏതായാലും വടക്കുംപുറത്ത് അറിയണ്ട ജയദേവൻ ഇങ്ങോട്ട് വന്നത്. ഗോവിന്ദമേനെ തുള്ളൽ തുടങ്ങാൻ ഇനി അത് മതി. തെക്കുംപുറന്നും വടക്കുംപുറന്നും ഒന്നും ഞാൻ കരുതിയിട്ടില്ല. മേലേടത്തെ തറവാട്, അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ ഇപ്പോഴും. ബെഡായി പറയാമേ. തെക്കുംപുറത്തുകാരുടെ ഉത്സവത്തിന് ആരാ എന്താന്നൊക്കെ അറിയാൻ വടക്കുംപുറത്തുനിന്ന് വിട്ടിരിക്കുക. ചാരപ്പണിയുടെ ഒരു സൈഡ് ബിസിനസ് ഉണ്ടെന്ന് തോന്നുന്നു കാർഡിന്. ഈ പെണ്ണിന്റെ ഒരു അല്ല, നീ എങ്ങോട്ടായി പുസ്തകമൊക്കെ ആയിട്ട്? തൊടിയിലെ മിനിയുടെ കുറച്ച് നോട്ട്സ് വാങ്ങണമേ. ഇപ്പൊ ഇങ്ങ് വരാം. എന്നെ ഒന്ന് തുറന്നു വിടൂ എടുത്തി, ഒന്ന് തുറന്നു വിടാൻ പറയൂ എടുത്തി. എന്റെ കാല് വേദന എടുക്കണു. ശ്രീദേവികളമ്മയുടെ അസുഖമൊക്കെ അങ്ങനെ കിടക്കുന്നു. ശാപം കിട്ടിയെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇന്നലെ എവിടെയായിരുന്നു മണികണ്ട? പാപ്പരക്കൽ അമ്പലത്തിൽ. ആ, ചെക്കന് ക്ഷീണാണല്ലോ. എന്താ ഒന്നും കൊടുക്കാറില്ലേ? നാടുകാർ വരുമ്പോഴേ എന്നെ ഒന്ന് കാണാൻ പറയോ? അല്ല, ഇതെന്ത് പറ്റി? തെക്കും വടക്കും തമ്മിൽ മാറിയോ? തെക്കെന്നും വടക്കെന്നും ഭേദം ഉണ്ടെങ്കിലല്ലേ? ഭേദമുണ്ടോ? ഭേദമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാ വടക്കുംപുറത്തുകാരുടെ ആളായി താൻ ഇപ്പൊ ഇവിടെ കഥ പറയാൻ വന്നത്. ഇദ്ദേഹം എന്ന് പറഞ്ഞ മരിക്കുമായിരുന്നു അപ്പുമാര്. ആ അപ്പുമാരെ മോൻ എങ്ങനെയാ ഗോവിന്ദമേന്റെ ഉടവാള് പിടിക്കണമെന്നേ ഉള്ളു സംശയം. ഉടവാളിന്റെയും പരിചയുടെയും ലോകമൊന്നും എനിക്കറിയില്ല. 2 കുടുംബക്കാർ ഒന്നിച്ചു നിൽക്കുന്നത് കാണണേന്നുള്ള പ്രാർത്ഥനയുള്ളൂ എനിക്ക്. ഒത്തുതീർപ്പിന്റെ ഒരുമിപ്പിന്റെ ഒന്നും കാര്യം ആലോചിക്കേ വേണ്ടാത്ത അവസ്ഥയാണ്. വർഷം ചെല്ലുന്തോറും അച്ഛന്റെ അമ്മാമ്മയുടെ ഒക്കെ വാശി കൂടുതലല്ലാതെ കുറയണ മട്ടില്ല. അവരൊക്കെ പഴയ തലമുറയല്ലേ, ഓർത്തു വയ്ക്കാനും കണക്ക് തീർക്കാനും ഒക്കെ പലതും കാണും. പുതിയ തലമുറയും അവരുടെ പുറകെ പോരുതെന്നാണ് ഞാൻ പറയുന്നത്. ഒക്കെ അറിയാഞ്ഞിട്ടല്ല,
പക്ഷേ വടക്കുംപുറത്തുള്ളവരുടെ ഗർവ് എന്താന്നാ കരുതിയത്? മൊട്ടും ഭാവമൊക്കെ കാണുമ്പോൾ അച്ഛന്റെ അമ്മാമ്മയുടെ പക്ഷത്താ ശരിയെന്ന് തോന്നും. ക്ഷേത്രകുളത്തിന്റെ ഒരു കിടപ്പ് കണ്ടില്ലേ? 10-20 വർഷമായി. ലഹളക്കാലത്ത് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതല്ലേ ക്ഷേത്രക്കുളം ഇനി ആരും തൊടാൻ പാടില്ലാന്ന്. ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ദേവി പുലർത്തുക, നശിപ്പിക്കുക ചെയ്യട്ടെ, അല്ലേ? ഒരു ലഹളയുടെ സ്മാരകം. എങ്ങനെയാ ഒന്നാവുക? കാരണവന്മാരെ കാണുന്നിടത്ത് വെച്ചൊക്കെ കഴിച്ചുകൊണ്ടല്ലോ ഓരോന്ന് വിളിച്ചു പറയലോ അല്ലേ? തിരികേറ്റം കുറെ ആളുകളും. ഈ വഴക്ക് തീരണം, തീർന്നേ പറ്റൂ. കാരണം കാരണാശ്വതിക്ക് അറിയാമല്ലോ, നീ എന്റേതാവണം. കല്യാണി അമ്മയുടെ കുട്ടി, കല്യാണം കഴിക്കാത്ത കുട്ടി അമ്മിണിക്കുട്ടി, കൂടെ ഒരാട്ടിൻകുട്ടി. പെട്ടി വായിക്കാൻ വന്ന ആ. ചേട്ടൻ പെട്ടിച്ചേട്ടൻ തങ്കപ്പനല്ല തങ്കമേ, കൃഷ്ണവേഷം കെട്ടാമെന്ന ചേട്ടൻ കൃഷ്ണേട്ടൻ, മനോജ് കുമാർ DPTXQ. അതെന്താ? ഡിഗ്രി സുന്ദരേ. ആടുകൾ, വാഴകൾ, കുലകൾ, വേലികൾ, ഹരിത വനങ്ങൾ, രാത്രിയുടെ രോമാഞ്ചങ്ങൾ. അയ്യോ അത് ചൊറുതനവാ. ചൊറുതനം കഴിഞ്ഞ തവണ തന്റെ വിടുവായിക്ക് സമ്മതം മൂളിയതിന്റെ ഒറ്റ കാരണം കൊണ്ടാ അവറ്റകൾ ഇപ്പോഴും പറഞ്ഞ് നാട്ടിക്കണേ. ആ ചിങ്കാരപ്പെട്ടി വേലന്റെ ഒരു കൂട്ടം കുതിരയെടുപ്പും ഗോപ്പും ഹൈ ഹൈ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അതിപ്പോ ഏത് മിടുക്കനും ഒരു അബദ്ധം പറ്റൂലോ. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് വിശ്വാസമായില്ല എന്ന് വെച്ചാ അതിന്റെ നഷ്ടം താൻ തരൂ. അയ്യട മോനെ കാശ അവിടത്തേക്ക് അത് പിന്നീട് ബോധ്യപ്പെടും. പാലക്കാട് മൈതാനത്തിൽ വെച്ച് നേരിട്ട് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതാ. കുമാരി കനകപ്രഭ ആൻഡ് പാർട്ടിയുടെ നൃത്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ തന്നെ ആളുകളുടെ ഒരു ബഹളേ. ഇവിടത്തെ അത്രയും പ്രായമുള്ള ചേട്ടന്മാര് വരെ കിടന്ന് തുള്ളുകായിരുന്നില്ലേ? ജനം കിടന്ന് അങ്ങടെ എരമ്പായിരുന്നില്ലേ? എന്തായാലും ഇപ്രാവശ്യം വടക്കും പ്രത്യേകം തറ പറ്റിക്കണം. അപ്പൊ അത് തന്നെയല്ലോ തന്നോട് ഈ നേരം വരെ പറഞ്ഞത്. ആ പെണ്ണുണ്ട് ഇവിടെ പരിപാടി തല്ലിപ്പൊളി ആക്കോടോ. എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ പറഞ്ഞ എന്നാ ഇനി സമയം കളയണ്ട, ഏർപ്പാടായിക്കോളൂ. എന്നാ പോവാ. താൻ എന്നോട് ഈ ഇരുമ്പുമ്മ കോഴിക്കുഞ്ഞിനെ വെച്ചോലിരിക്കണേ. എനിക്ക് വരാൻ